തുടങ്ങി അവസാനം വരെ ത്രില്ലടിപ്പിക്കുന്ന ആക്ഷൻ മൂവീസിന് പ്രേക്ഷകന്റെ കണ്ണ് ഇമ വെട്ടാതെ പിടിച്ചിരുത്താനുള്ള കഴിവുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏത് പ്രായക്കാരെയും ത്രില്ലടിപ്പിക്കുന്ന കുറച്ച് ആക്ഷൻ മൂവീസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇതിനു മുന്നേ 5 മസ്റ്റ് വാച്ച് ആക്ഷൻ മൂവീസിന്റെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ ഒട്ടും സമയം കളയാതെ ദിസ് ഈസ് പിഞ്ച് വാച്ചർ ആൻഡ് ലെറ്റ്സ് റോൾ ഇൻടു ദ വീഡിയോ. ആദ്യ സിനിമയാണ് ദ വില്ലനസ്. 2017 റിലീസായ ഈ കൊറിയൻ മൂവി ഒരു കിഡിലൻ ആക്ഷൻ മൂവിയാണ്. ഇതിലെ നായിക ഒരു ഫീമെയിൽ ജോൺ വിക്ക് ആണ്. സിനിമയിൽ നായിക ഒരു അസാസിനാണ്. ഈ അസാസിനായ നായിക തന്റെ പാസ്റ്റ് ഒക്കെ മറന്ന് ഒരു സാധാരണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ തന്റെ പാസ്റ്റ് അതിന് നായികയെ അനുവദിക്കുന്നില്ല എന്നതാണ് സത്യം. പാസ്റ്റിലെ ക്യാരക്ടേഴ്സും ഇവന്റ്സും ഒക്കെ തന്നെ വീണ്ടും തന്നെ വേട്ടയാടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നായികയുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് സിനിമ പറയുന്ന കഥ. തികച്ചും അൺകൺവെൻഷണൽ കാര്യങ്ങൾ പറയുന്ന ഒരു മേഴ്സിയില്ലാത്ത സീൻസ് ആണ് സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോകും ഇത്രയും ക്രൂരത ആ പെണ്ണിനോട് വേണ്ടായിരുന്നു എന്ന്. അതുപോലുള്ള സീൻസ് ഈ സിനിമയിലുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം സിനിമാറ്റോഗ്രഫിയാണ്. ആക്ഷൻ കൊറിയോഗ്രഫി എത്ര നല്ലതാണോ അതിനടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്ന സിനിമാറ്റോഗ്രഫിയാണ് സിനിമയ്ക്കുള്ളത്. പണ്ട് ശ്രീനിവാസൻ സിനിമയിൽ ക്യാമറയും വെള്ളത്തിലേക്ക് ചാടട്ടെ എന്ന് പറയുന്ന പോലത്തെ കുറെ ഷോട്ട്സ് ഒക്കെ സിനിമയിലുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കണ്ട് തുടങ്ങുമ്പോഴേ മനസ്സിലാവും. കാരണം ഓപ്പണിംഗ് ഷോട്ട് തന്നെ നായികയുടെ POVയിൽ നമ്മൾ കാണുന്ന ഒരു ആക്ഷൻ സീക്വൻസ് ആണ്. സോ ആക്ഷന് വേണ്ടി വെയിറ്റ് ഒന്നും ചെയ്യേണ്ടി വരില്ല. ഡയറക്റ്റ് ആക്ഷനിലേക്കാണ് നമ്മൾ ചെന്ന് ചാടി കൊടുക്കുന്നത്. രണ്ടാമത്തെ സിനിമയാണ് റുറോനി കെൻഷിൻ. ശരിക്കും ഇതൊരു സിംഗിൾ മൂവി അല്ല, മൊത്തം 5 സിനിമയുണ്ട്. റുറോനി കെൻഷിൻ നല്ലൊരു ഫ്രാഞ്ചൈസ് ആണ്. ഒരു സാമുറായി ആയ ആള് താൻ ചെയ്ത ക്രൂരമായ കൊലകളെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച് ഇനി തന്റെ വാളുകൊണ്ട് ആരെയും കൊല്ലില്ല എന്ന തീരുമാനം എടുത്ത് സാമുറായി ജീവിതം അവസാനിപ്പിക്കുന്ന ഒരാളുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. 2 രീതിയിൽ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടുപോകാം. ഒന്ന് റിലീസായ ഓർഡറിൽ, രണ്ടാമത്തേത് സിനിമയിലെ ഇവന്റുകൾ നടക്കുന്ന ഓർഡറിൽ. ഏത് രീതിയിൽ കണ്ടാലും നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് നൽകുന്ന സിനിമകളാണിവ. പക്ഷെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ 2012 റിലീസായ റുറോനി കെൻഷിൻ ഒറിജിൻസും 2014 റിലീസായ റുറോനി കെൻഷിൻ ക്യോട്ടോ ഇൻഫെർണോയ്ക്കും ഒരു ചാൻസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ അത് കണ്ടു തുടങ്ങി ഈ സിനിമ സീരീസ് കണ്ടു തുടങ്ങുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഈ ഫ്രാഞ്ചൈസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ബാക്കി സിനിമകൾ കൂടി കണ്ടു നോക്കുക. അവയും വളരെ നല്ല ആക്ഷൻ മൂവീസ് തന്നെയാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ റുറോനി കെൻഷിൻ എന്ന 1996 റിലീസായ അനിമേഡ് അഡാപ്റ്റേഷൻ ആണ്. ഒബ്വിയസ്ലി അനിമ ഒരു മംഗയുടെ അഡാപ്റ്റേഷൻ ആണ്, അതുകൊണ്ട് എടുത്ത് പറയുന്നില്ല. സോ നിങ്ങൾ അനിമേസും കാണുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ആ അനിമയെ കൂടി ഒന്ന് കണ്ടു നോക്കുക. നല്ലൊരു അനിമയാണ്. ബാക്ക് ടു ദ ടോപ്പിക്. ബേസിക്കലി സാമുറായി ബേസ് ചെയ്തുള്ള കഥ ആയതുകൊണ്ട് തന്നെ നല്ല കുറെ ഷോർട്ട് ഫൈറ്റ്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതും 1-to-1 ഫൈറ്റ്സ് ഒക്കെ നന്നായി കൊറിയോഗ്രഫി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയണം. സോ കണ്ടു നോക്കാം. തേർഡ് മൂവിയാണ് ഹൈ ആൻഡ് ലോ. നേരത്തെ പറഞ്ഞ റുറോനി കെൻഷിൻ പോലെ തന്നെ ഈ സിനിമയ്ക്കും ഒത്തിരി സീക്വൽസ് വരുന്നുണ്ട്. സോ നിങ്ങൾ തുടങ്ങാനായി 2016 റിലീസായ ഹൈ ആൻഡ് ലോ ദ മൂവി എന്ന സിനിമ കണ്ടു തുടങ്ങുകയാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ സിനിമയ്ക്ക് പ്രീക്വലായി ഒരു സീരീസ് കൂടി ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല. 2016 ഈ ഹൈ ആൻഡ് ലോ മൂവിയിൽ തന്നെ ഈ സിനിമ കാണാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ കുറെ അധികം ഗ്യാങ്സ് പരസ്പരം ഒരു ടർഫിന് വേണ്ടി അല്ലെങ്കിൽ ഏരിയയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതാണ്. ഇതിലൊരു സോഡ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഗ്യാങ്ങുകളുണ്ട്. ഒരു കൂട്ടം ഗ്യാങ്ങുകളാണ് ആക്ച്വലി അത്. നേരത്തെ പറഞ്ഞ സിനിമ പോലെ ഒരു 1 മാൻ ഷോ അല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നേരെ മറിച്ചൊരു കൂട്ടത്തല്ലാണ്. ഗ്യാങ്സ് തമ്മിലുള്ള ഫൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഗ്യാങ്ങിലും സ്പെസിഫിക് ആയ ഒരു നായിക പരിവേഷം കൊടുത്ത് കാണിക്കുന്നില്ല. ആ ഏരിയയിലുള്ള ഗ്യാങ്സ് തമ്മിലുള്ള ഫൈറ്റ് തികച്ചും ഗ്രൂപ്പ് ഫൈറ്റ് സീക്വൻസസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതാണ് ഈ സിനിമയുടെ ഭംഗി. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ എവിടുന്ന് ആരായിട്ടാ ഫൈറ്റ് ചെയ്യുന്നത് എന്ന് നോക്കി നിൽക്കാൻ പോലും സമയം തരാതെ ഒരു വലിയ കൂട്ടത്തല്ലൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ കണ്ടു നോക്കുക. ഈ സിനിമയുടെ ഫ്രാഞ്ചൈസ് തന്നെ രസമാണ്. ബാക്കിയുള്ള മൂവീസും ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. ഫോർത്ത് മൂവിയാണ് ദ ഷാഡോ സ്ട്രേസ്. 2024 റിലീസായ ഈ സിനിമ ഒരു ഇന്തോനേഷ്യൻ മൂവിയാണ്. കണ്ണിച്ചോരയില്ലാത്ത ഫൈറ്റ് എന്ന് തന്നെ പറയണം ഈ സിനിമയിലെ ഫൈറ്റിനെ കുറിച്ച്. സത്യം പറയാലോ, തല്ലാൻ പറഞ്ഞാൽ ഈ സിനിമയിലെ ആളുകൾ കൊല്ലുവാണ് ചെയ്യുന്നത്. നല്ല ബ്ലഡ് ഷെഡ് സിനിമയിലുണ്ട്. സോ അത് മനസ്സിൽ വെച്ച് കാണുക. അണ്ടർ കവറിൽ ഇരിക്കുന്ന ഒരു ലേഡി അസാസിൻ ഒരു പയ്യനെ പരിചയപ്പെടുകയും ആ പയ്യനെ തട്ടിക്കൊണ്ടുപോയ കുറച്ച് ഗ്യാങ്സ്റ്റേഴ്സിന്റെ പുറകെ ഒറ്റയ്ക്ക് അവനെ രക്ഷിക്കാൻ പോകുമ്പോൾ 13 എന്ന പേരുള്ള ഈ അസാസിൻ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് സിനിമ പറയുന്നത്. ഉള്ളത് പറയാമല്ലോ, എല്ലാ ക്യാരക്ടേഴ്സും നല്ല പൊട്ടൻഷ്യൽ ഉള്ള ക്യാരക്ടേഴ്സാണ്. നമ്മളെ അതിശയിപ്പിക്കാത്ത ഒരു ക്യാരക്ടേഴ്സും ഈ സിനിമയിൽ വന്നു പോകുന്നില്ല എന്നത് വലിയൊരു കാര്യമാണ്. 13 എന്ന അസാസിന്റെ ഇൻസ്ട്രക്ടർ ആയിട്ടൊരു പുള്ളിക്കാരിയുണ്ട്. എന്റെ ഒരു രക്ഷയില്ല. വളരെ നല്ല രീതിയിൽ കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്ന ആക്ഷൻ സീക്വൻസസ് ആണ് ഈ സിനിമയിലുള്ളത്. നല്ല പേസിംഗിൽ പോകുന്നത് കൊണ്ട് തന്നെ വളരെ എൻഗേജിങ് ആണ് സിനിമ. ഇച്ചിരി റൺ ടൈം കൂടുതലാണോ എന്ന് ചോദിച്ചാൽ അതെ, പക്ഷെ സിനിമയുടെ പോക്ക് കാരണം നമുക്ക് ആ ഒരു വലിയ റൺ ടൈം കൂടുതലായി നമുക്ക് ഫീൽ ചെയ്യില്ല. സോ ത്രൂ ഔട്ട് ആക്ഷൻ ഉള്ള ഒരു കിടില സിനിമയാണ് ദ ഷാഡോ സ്ട്രേസ്. കണ്ടു നോക്കാം.
ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൂവിയാണ് ട്വിലൈറ്റ് ഓഫ് ദ വാരിയേഴ്സ് വാൾഡിൻ. നേരത്തെ പറഞ്ഞ സിനിമകളിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തപ്പെടുത്തിയ ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ചൈനീസ് മൂവിയാണിത്. സൈക്ലോൺ എന്ന ലീഡറിന്റെ കീഴിൽ വരുന്ന വാൾഡിൻ സിറ്റിയിലേക്ക് നായകൻ വരികയും വില്ലനായ മറ്റൊരു ഗാങ്സ്റ്റർ ലീഡറിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കുന്നതുമാണ് സിനിമയുടെ കഥ. നല്ല രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ആക്ഷൻ സീക്വൻസസ് നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാം. നായകനേക്കാളും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന മറ്റ് ക്യാരക്ടേഴ്സും ഈ സിനിമയിലുണ്ട്. ശരിക്കും കഥയുടെ ബേസ് മാത്രമാണ് നായകൻ. കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സൈക്ലോൺ എന്ന ക്യാരക്ടറാണ്. പിന്നെ സിനിമയിലെ വില്ലൻ അടിപൊളിയാണ്. പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം ശ്രദ്ധ പിടിച്ച് പറ്റുന്ന വിധമായിരുന്നു. നല്ലൊരു ബാക്ക് സ്റ്റോറി കൂടി ഈ നായകന് സിനിമയിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി സിനിമയുടെ ക്വാളിറ്റി കൂട്ടുന്നുണ്ട്. ചില ആക്ഷൻ നിങ്ങൾക്ക് റോപ്പ് ഇട്ട് ചെയ്ത പോലൊക്കെ പെട്ടെന്ന് ഫീൽ ചെയ്തേക്കാം, പക്ഷെ അതൊന്നോ രണ്ടോ മാത്രമേ ഉള്ളൂ. അതുകൂടാതെ ഒരു സൂപ്പർ നാച്ചുറൽ സ്പിരിറ്റ് എലമെന്റ് കൂടി ഇവർ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതെന്താ അങ്ങനെയെന്നും നിങ്ങൾക്ക് തോന്നിയേക്കാം. അത് ആക്ച്വലി ചൈനീസ് മിത്തോളജി പ്രകാരം ആ പവർ ഒരു ക്യാരക്ടറിന് കൊടുക്കുന്നതാണ്. ഓൾസോ ഹിസ്റ്റോറിക്കലി സിനിമയെ ഒരു ടൈം ലൈനിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് ഇവര്. സോ മൊത്തത്തിൽ ഇതൊരു നല്ല സിനിമ തന്നെയാണ്. സോ കണ്ടുനോക്കാം. ഈ പറഞ്ഞ 5 സിനിമാസും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുന്ന മസ്റ്റ് വാച്ച് ആക്ഷൻ മൂവീസ് ആണ്. സോ ഗിവ് ഇറ്റ് എ ട്രൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ആനിമെ മൂവി സീരീസ് കോണ്ടന്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ പിഞ്ച് വാച്ചർ സൈനിങ് ഓഫ്.